ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്നാണ്. നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ ടു 0, സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് സൈൻ ഇൻവേഴ്സ് ബീറ്റ പ്ലസ് സൈൻ ഇൻവേഴ്സ് ഗാമ ഇസ് ഈക്വൽ ടു പൈ ആണ്. ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു ആൽഫ മൈനസ് ഗാമ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 3 ആൽഫ ബീറ്റ ദെൻ ഗാമ ഇസ് ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇവിടെ എടുക്കേണ്ടത് ഇതാണ്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. അടുത്തെന്താണ്? ആൽഫ മൈനസ് ഗാമ പ്ലസ് ബീറ്റയാണ്. ഞാൻ അതിനെ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഗാമ എന്ന് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ആൽഫ ബീറ്റ. ഓക്കെ, എന്താ ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോളൂ. ഇതിന് ഞാൻ എ എന്നും, അപ്പോൾ ഇത് എ, ഇനി മറ്റതിനെ ബി എന്ന് എടുക്കുകയാണ്. സോ ദിസ് ഇസ് ബി ആൻഡ് ദിസ് ഓൾസോ ബി. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വായിക്കും. അതായത് എയുടെ സ്ക്വയർ മൈനസ് ബിയുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആൽഫ ബീറ്റ. ഈ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 ആൽഫ ബീറ്റ എന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 അല്ല 3 ആൽഫ ബീറ്റ എന്ന് 2 ആൽഫ ബീറ്റ കുറച്ച് കഴിഞ്ഞാൽ ഒരു ആൽഫ ബീറ്റ ഉണ്ടാവും. ശരിയല്ലേ? റൈറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നുണ്ടാവും. ഇവിടെ 2 ചെയ്യുക, ഇവിടെ ബൈ 2 ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് നല്ല പരിചയമുണ്ട്. ഇതെന്താണ് സംഗതി? ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ്, ട്രയാങ്കിൾസ് എ ബി സി ആണെങ്കിൽ, ഇവിടെ എ ബി സി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ദിസ് ഈസ് നത്തിങ് ബട്ട് സൈൻ സി അല്ലേ, ദിസ് ഈസ് കോസ് സി അല്ലേ. കോസ് സി is equal to ആണിത്. കോസ് സി is equal to ആണ് എന്ത്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആൽഫ ബീറ്റ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. കോസ് സി ആണ് 1/2 എന്ന് പറയുന്നത്. ശരിയല്ലേ? കോസ് സി ആണ് 1/2. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ട്രയാങ്കിളിൻ്റെ ആംഗിൾ സൈഡ്സിന് നിങ്ങൾ എ ബി സി എന്ന് എടുത്താൽ മതിയാവും. ഓക്കെ, ആംഗിൾസിന് എ ബി സി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ ഇൻവേഴ്സ് ആൽഫ ഇസ് ഈക്വൽ ടു എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു സൈൻ എന്ന് കിട്ടും. അതേപോലെ തന്നെ സൈൻ ബി, സൈൻ സി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി കോസ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3/2. വാട്ട് ഈസ് ദി ആൻസർ? റൂട്ട് 3/2 എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൽ ഞാൻ ജസ്റ്റ് എ ബി സി എന്ന് കൊടുത്തു. ഇത് എ ബി സി ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ സൈൻ ഇൻവേഴ്സ് ആൽഫേനെ എങ്ങനെ എടുത്തു? സൈൻ ഇൻവേഴ്സ് ആൽഫേനെ ഞാൻ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു സൈൻ എ ആയിരിക്കും. ഓക്കെ, ആൽഫ ഇസ് ഈക്വൽ ടു സൈൻ എ ആയിരിക്കും. അതുപോലെ ബീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ബി വരും. ഗാമ ഇസ് ഈക്വൽ ടു സൈൻ സി വരും. റൈറ്റ്. അപ്പം നമുക്ക് ഓരോ ആംഗിൾസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പം ആൽഫ ബീറ്റ ഗാമ വെച്ചിട്ട് ആൽഫ ഇസ് ഈക്വൽ ടു സൈൻ എ ആണ്. അപ്പം നമുക്കറിയാം സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ബി സി ആണ്. ഇതുപോലെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? സൈൻ അല്ല, കോസിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കോസ് സി ആണെന്ത് 1/2 എന്ന് പറയുന്നത് കേട്ടോ. കോസ് സി ആണ് 1/2. അപ്പം സൈൻ സി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ സൈൻ സി എന്ന് പറയുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ സി, അതായത് 1 മൈനസ് 1/4 ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 3/2 എന്നാണ് ഇതിൻ്റെ സിംപ്ലിഫൈഡ് ആൻസറിലേക്ക് എത്താൻ പറ്റുക. ഓക്കെ അല്ലേ? ക്ലിയർ?